Hi traders, welcome back to Market Viewers. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 25/4/2025 വെള്ളിയാഴ്ച 23,991 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,070 എന്ന ലെവലിലാണ്. ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 80 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് തന്നത്. അവിടെ നിന്നും വളരെ വേഗത്തിൽ 24,152 എന്ന ലെവൽ, അതായത് കഴിഞ്ഞ ദിവസം നൽകിയ ഉയരത്തിനേക്കാളും അല്പം കൂടി ഉയരം തന്നു. എന്നാൽ അവിടുന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ്. കാര്യം ഇതൊക്കെ റേഞ്ച് ഉള്ളത് തന്നെയാണ്, ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. എന്നാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകിയപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിയുന്നതായിരുന്നു. ആ തരത്തിൽ ഒരു ട്രേഡിൽ എൻ്റർ ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ ആ ലെവലിന് മുകളിലോട്ട് കയറി ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോയേക്കാമെന്നാണ്. ആ തരത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ റെസിസ്റ്റൻസിന് മുകളിൽ വളരെ മനോഹരമായി കയറി ക്ലോസ് ചെയ്തു. വീണ്ടും കിട്ടിയ ഡിക്ലൈൻ, അവിടെയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയപ്പോൾ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് പ്രധാന റെസിസ്റ്റൻസ് ആണ്. ഈ ഏരിയയിലോട്ട് എത്തുമ്പോൾ സാമാന്യം നല്ല ഒരു കൺസോൾട്ടേഷൻ ആണ് നമുക്ക് ലഭിച്ചത്. എങ്കിലും എപ്പോഴെല്ലാം താണു കിട്ടിയോ അപ്പോഴെല്ലാം ബൈ ചെയ്യാൻ കഴിയുന്ന ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ആയിരുന്നു. ആ തരത്തിൽ ഈ ലെവലിൽ വന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന തിക്ക് ബ്ലൂ ലൈൻ, അതായത് പ്രധാന റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ചെയ്ത് മുകളിൽ കടന്നതിന് ശേഷം ഏറെ സമയം കൺസോൾട്ടേറ്റ് ചെയ്ത് ഗ്രാജുവലി ഒന്ന് പ്രൈസ് പുറകോട്ട് ഇറങ്ങി നോക്കി. ഇതും ട്രേഡബിൾ ആയിരുന്നു. ഈ ഡിക്ലൈൻ ട്രേഡബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് റിവേഴ്സ് ആകുന്നത് കാണാമായിരുന്നു. അതും ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഈ ഏരിയ സാമാന്യം നല്ല കൺസോൾട്ടേഷൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പലരും ട്രേഡിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. രാവിലത്തെ ഈ രണ്ട് നല്ല മൂവ്മെന്റുകൾ ട്രേഡ് ചെയ്തതിനു ശേഷം ഇന്നത്തെ ദിവസം അത്ര പ്രോപ്പർ അല്ല, പോരാ എന്ന ചിന്താഗതിയിൽ പലരും മാറി നിന്നു. എങ്കിൽ പോലും വീണ്ടും ലഭിച്ച ഈ ലെവൽ ട്രേഡ് ചെയ്ത് പിയാൻഡലുകൾ ഷെയർ ചെയ്തവരുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അത്ര മോശമല്ലാത്ത എന്നാൽ ഒരു ഡ്രാഗിങ് ദിനമായിരുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസത്തെ 517 മൂവ്മെന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ലഭിച്ച ഹൈ ആൻഡ് ലോ എന്നിവ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു 300 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്ന ഒരു വലിയ ഫാൾ ന്യൂസ് ബേസ്ഡ് ആയിരിക്കാം. എന്നാൽ ആ ന്യൂസൊക്കെ അപ്രത്യക്ഷമായി. നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് ദിവസവും നമ്മുടെ മുമ്പിൽ മൂവ് ചെയ്യുന്ന പ്രൈസിനെ, ക്യാൻഡിലിനെ വാച്ച് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക എന്നതേ കരണീയമായിട്ടുള്ളൂ. എല്ലാ വാർത്തകളും അപ്പോൾ അറിയാനും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, ഓരോ വാർത്തയും എങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയാനും കഴിയാത്ത സാധാരണക്കാരായ ട്രേഡേഴ്സിന് തീർച്ചയായും ക്യാൻഡിലുകളെ മാത്രം വായിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധ്യമാകൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ആ തരത്തിൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ഈ തരത്തിൽ ഇത് ട്രേഡ് ചെയ്യാൻ കഴിയാറുണ്ട്. അപ്പോൾ ഇന്ന് നൽകിയ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 24,286 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,209 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 24,643 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസിലായി 24,367, 494 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 24,494 എന്ന ലെവലാണ്. അതിന് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിയാൽ പോലും വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോൾ ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോൾ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന് വന്നാൽ പ്രൈസ് അപ്പോൾ ഡയറക്ഷനിൽ വീണ്ടും സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 24,209 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും
ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തി ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി നൽകിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു മൂവ്മെന്റ് ആണ് ലഭിക്കുന്നതെങ്കിൽ സെൽ ഓൺ എവറി റൈസ് എന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്ന് കരുതുന്നു. 55,284 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 55,119 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 55,799, അതായത് 55,800 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അത്തരത്തിൽ ഒരു മൂവ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ഏരിയകളാണ്, അതായത് റെസിസ്റ്റൻസ് ഏരിയകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 56,100, 56,405, 56,826 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 55,119 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കൃത്യമായും ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം, സപ്പോർട്ടുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 80,085 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 79,981 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി 80,757 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് താഴെ 80,354 എന്ന് പറയുന്ന മൈനർ റെസിസ്റ്റൻസ്. 80,757 മുകളിൽ 80,999 81,000 എന്ന ലെവലാണ് ഒരു റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ള ലെവൽ. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 80,354 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 79,741 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം. അത്തരത്തിലൊരു ഡിക്ലൈനിങ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 79,473, 79,143 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അതിൽ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ലെവലാണ് 79,143 എന്ന ലെവൽ. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ 3 ഇൻഡെക്സുകളുടെയും. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല.
എൻ്റെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. എന്നാൽ നമ്മുടെ ചാനലിന്റെ വ്യൂവേഴ്സിനായി പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നമ്മളുടെ ലെവലുകൾ പരിശോധിക്കുമ്പോൾ പ്രയോജനകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോയുടെ താഴെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാം. അവിടെ എൻ്റെ വാട്സപ്പ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയോട് തൽക്കാലം നിർത്തുന്നു. താങ്ക്